കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ബൈബിളിലെ പഴയ നിയമത്തിലെ 31 ഗ്രന്ഥമായ വിലാപങ്ങളിലെ 3 അധ്യായത്തിലെ 22-23 വചനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്ന നമ്മുടെ ചിന്താവചനം. ദൈവത്തിൻ്റെ അസ്തമിക്കാത്ത സ്നേഹം, അവസാനിക്കാത്ത കാരുണ്യം, ഉന്നതമായ അവിടുത്തെ വിശ്വസ്തത, ദൈവമക്കൾ ഓരോ പ്രഭാതത്തിലും അത് നവ്യമായി അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് മുമ്പ്, അതായത് BC 587 ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ ജെറുസലേം ആക്രമിക്കുകയും ദൈവത്തിൻ്റെ വാഗ്ദത്ത ദേശമായ യൂദായെ പരാജയപ്പെടുത്തി ദൈവം നിത്യമായി സ്ഥാപിച്ച ദാവീദ് വംശത്തെ അടിമകളാക്കി കൽദായ ദേശത്തെ കൊണ്ടുപോയി ചെയ്തപ്പോൾ ജെറുസലേം ദേവാലയവും ഇസ്രായേലും വിനാശത്തിൻ്റെ ഭൂമിയായി. പുരോഹിതന്മാർ തടവുകാരായി. ദൈവത്തിൻ്റെ ബലിപീഠങ്ങൾ ചവിട്ടിമെതിക്കപ്പെട്ടു. തകർന്നു കിടക്കുന്ന ജെറുസലേമിനെയും ചിതറിക്കപ്പെട്ടു പോയ ദൈവജനത്തെയും നേരിൽ കാണുന്ന ഒരു ദൃക്സാക്ഷിയുടെ ദുരന്ത മുഖത്തു നിന്നുള്ള വിലാപങ്ങളാണ് ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ. ഇസ്രായേൽ ജനം അന്യദേവന്മാരുടെ ബലിപീഠങ്ങളിൽ സ്വന്തം കുഞ്ഞുമക്കളെ വരെ ബലിയർപ്പിച്ച് ആരാധനയിലൂടെ ദൈവജനം തകർത്തു കളഞ്ഞ സീനായി ഉടമ്പടിയുടെ പരിണത ഫലമായിരുന്നു ഈ ദുരന്തവും വിപ്രവാസവും. എങ്കിലും വിമോചകനായ ദൈവം, യാഹ്വയായ ദൈവം തൻ്റെ ജനത്തെ കൈവിടില്ലെന്ന വലിയ വിശ്വാസം ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എസെക്കിയേൽ ഓർമ്മപ്പെടുത്തുന്നത് പോലെ, ഞാൻ അവരുടെ നുകം തകർക്കുകയും അടിമപ്പെടുത്തിയവരുടെ കരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാനാണ് യാഹ്വേ എന്നവർ അറിയും. ജെറമ്യാകട്ടെ തടവിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചകനായ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികൾ പ്രവചിച്ച് അവർക്ക് കൊടുക്കുന്നു. അവരുടെ ഹൃദയത്തിൽ ഞാനൊരു പുതിയ ഉടമ്പടി ആലേഖനം ചെയ്യുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രവാചകൻ അവരെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെന്നും ദൈവത്തിൻ്റെ മക്കൾ തന്നെ. ദൈവത്തിൽ നിന്ന് എത്ര മുഖം തിരിച്ചാലും അവൻ നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ആ വലിയ കാരുണ്യം അവസാനിക്കുന്നുമില്ല. അവിടുത്തെ വിശ്വസ്തത എത്ര ഉന്നതമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതവ്യഗ്രയാവുന്ന ഞങ്ങളുടെ പ്രവാസത്തിൽ നിന്നും ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. ഉത്കണ്ഠകൾക്ക് അറുതി വരുത്തണമേ. ഓരോ പ്രഭാതത്തിലും നിൻ്റെ സ്നേഹവും കാരുണ്യവും പുതുമയോടെ അനുഭവിക്കാൻ ഞങ്ങൾക്കിടയാകണമേ. ആമേൻ.